ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വന്തമാക്കുവാനായി വീണ്ടും നമ്മെല്ലാവരെയും വിളിച്ചു ചേർത്ത കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവൻ നമ്മോട് കാണിക്കുന്ന കരുണയാണ്. ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 35 തിരുവചനത്തിൽ സങ്കീർത്തകൻ വളരെ പ്രത്യാശയോടെ ഏറ്റുപറയുകയാണ്, അവിടുത്തെ കൽപ്പനകളിലൂടെ എന്നെ നയിക്കണമേ, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ദൈവവചനത്താൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ആത്മാവിന്റെ ആനന്ദം കവിഞ്ഞൊഴുകപ്പെടും. ആരെല്ലാം കർത്താവിന്റെ വചനത്താൽ നിറയപ്പെടുന്നുവോ അവരുടെ ജീവിതങ്ങളിലെല്ലാം ആനന്ദം വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ദൈവവചനത്താൽ നിറയപ്പെടുവാൻ, വചനത്താൽ നയിക്കപ്പെടുവാൻ, വചനം കേട്ടും വചനം ധ്യാനിച്ചും വചനമായി രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തണലിലായിരുന്നു ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, ദൈവകൃപയുടെ അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും നമ്മളായിരിക്കുന്ന സമൂഹത്തിന്റെ മേലും കത്തിപ്പടരുവാനായി ഒരു നിമിഷം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പെരുമഴ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. ദൈവശക്തിയുടെ വ്യാപാരമായി, ദൈവകൃപയുടെ കൊടുങ്കാറ്റായി, ദൈവശക്തിയുടെ നിറവായി പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്നുചേർന്ന് ഈ ശുശ്രൂഷയിൽ ഉടനീളം ആത്മാവിന്റെ ചലനമുണ്ടാകുവാൻ, ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ പകരണമേ, ദൈവശക്തിയെ ഞങ്ങളെ നിറയ്ക്കണമേ, ദൈവവചനത്തിന്റെ കവാടം ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, കൃപ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അഭിഷേകമായി പടരണമേ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കോടികളിലേക്ക്, ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക്, അനേകം സമൂഹങ്ങളിലേക്ക് ഈ സമയം ദൈവവചനത്തിന്റെ ശക്തിയായി പരിശുദ്ധാത്മാവെ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വീകരിക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നു വരുന്ന വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയ ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എത്രമാത്രം അർത്ഥപൂർണമായ തിരുവചനമാണിത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കാരണം കർത്താവിനറിയാം, ഹൃദയം അസ്വസ്ഥമായോ ജീവിതം മുഴുവൻ പിന്നെ അസ്വസ്ഥമാണ്. ആരുടെയെല്ലാം ഹൃദയം കലങ്ങുന്നുവോ അവരുടെ ജീവിതങ്ങളിലെല്ലാം വലിയ കലക്കങ്ങൾ ഉണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും. ഇത് മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കേ, എന്നിലും വിശ്വസിക്കേ. പ്രിയമുള്ളവരെ, ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ അധ്വാനിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത്. യെശയ്യായുടെ പുസ്തകം 64 അധ്യായം 4 തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ആരും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ ദൈവത്തിന് വലിയ സ്വഭാവമാണ്, ആരൊക്കെ ദൈവത്തിനായി കാത്തിരിക്കുന്നുവോ
അവരുടെ ജീവിതങ്ങളിൽ അധ്വാനിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയ സഹോദര സഹോദരി, ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രധാനമായ 2 വാഗ്ദത്തങ്ങൾ. ഒന്നാമതായി, ദൈവം അവർക്കായി അധ്വാനിക്കുന്നു. രണ്ടാമത്, അവർക്കൊരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല. നാം തിരുവചനം ഉടനീളം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, ദൈവം അവരെ ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ വീണ്ടെടുത്ത് വാഗ്ദാന ദേശത്തിലേക്ക് നയിക്കുകയാണ്. അത്ഭുതകരമായി ദൈവം തന്റെ ജനത്തെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അല്പം നാളുകൾ കഴിഞ്ഞു, ഇതാ അവര് ചെങ്കടലിന് മുൻപിലെത്തി. ഈ ചെങ്കടലിന് മുൻപിൽ ഇസ്രായേൽ ജനം നിന്നു കഴിഞ്ഞു. അവർ അവിടെ കൂടാരമടിക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ഇരുമ്പൽ കേൾക്കുകയാണ്. കുറെ കുതിരകളുടെയും രഥങ്ങളുടെയും വലിയ ഇരുമ്പെച്ചൽ അവർ കേൾക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 14-10 തിരുവചനത്തോട്ട് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും, ഇസ്രായേൽ ജനം അവർ കണ്ണുകുളിയർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഫറവോയും അവന്റെ സൈന്യവും തങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കുന്നതായി അവർ കാണുകയാണ്. അവരാകെ ഭയവിഹ്വലരായി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഓ ദൈവമേ, ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഈ അടിമത്വത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ. അവര് നുറുങ്ങിയ ഹൃദയത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, നമുക്കത് നോക്കിക്കാണാം. ഇതാ ഫറവോയുടെ സൈന്യം ഇസ്രായേൽ ജനത്തിന് നേരെ ഓടി വരികയാണ്. The pillar of fire, it is the grace of God. എന്നാൽ ഈ ഫറവോയുടെ സൈന്യത്തെ കണ്ട് ഇസ്രായേൽ ജനം അസ്വസ്ഥമായപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായ മോശ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് മോശ വിളിച്ചു പറഞ്ഞു. പുറപ്പാടിന്റെ പുസ്തകം 14-13 തിരുവചനത്തിൽ മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നമ്മൾ ആ മോശയുടെ മുഖത്തേക്ക് നോക്കി, എന്തൊരു ധീരതയാ, എന്തുമാത്രം ധൈര്യമാണ് മോശയുടെ മുഖത്ത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ധൈര്യം സ്വീകരിച്ചുകൊണ്ട് ആത്മാവിന്റെ കരുത്ത് പ്രാപിച്ച് വിശ്വാസത്തോടെ പ്രശ്നങ്ങളുടെ മുൻപിൽ, പ്രതിസന്ധിയുടെ മുൻപിൽ, വെല്ലുവിളികളുടെ മുൻപിൽ നിലകൊള്ളുവാനാണ് സ്വർഗത്തിലെ ദൈവം അതിയായി ആഗ്രഹിക്കുന്നത്. നമുക്ക് വീണ്ടും നോക്കിക്കാണാം. ഇതാ ഫറവോയുടെ സൈന്യത്തിനെ ഇസ്രായേൽ ജനത്തിന്റെ അരികിലേക്ക് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം അഗ്നിയായി ഇറങ്ങി വരിക. ഇത് വെറും അഗ്നിയല്ല, ഇത് തന്റെ ജനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ മഹത്വമേറിയ സാന്നിധ്യമാണ്. ഗ്ലോറിയസ് പ്രസൻസ് ഓഫ് ഗോഡ്. ഇത് അഗ്നിയായി അവിടെ വെളിപ്പെടുകയാ. ഫറവോയുടെ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ദൈവം തന്നെ ജനത്തിന് സംരക്ഷണമായി, ദൈവം തന്നെ ജനത്തിന് പരിചയമായി മാറുന്നു. ഹല്ലേലൂയ. വാക്യം 14 വരുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും, മോശ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങൾ സ്വസ്ഥരായിരിക്കെ. കർത്താവ് നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ പോവുകയാ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാ. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ആരെല്ലാം ദൈവത്തിനായി കാത്തിരിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ ദൈവം അധ്വാനിക്കുവാനായി തുടങ്ങും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പ്രകാരം പറഞ്ഞത്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഒരു ശക്തികൾക്കും ഒരു തിന്മയ്ക്കും എതിര് നിൽക്കാൻ പറ്റുകയില്ല. പ്രിയ ദൈവമക്കളെ, ഇതാ ഈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ, മോശയുടെ കരങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ഇത് ദൈവശക്തിയുടെ വ്യാപാരമാണ്. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ദൈവം പറയുന്നുണ്ട്, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും ഈ വചനം ഇവിടെ നിവൃത്തിയാകാൻ പോവുകയാ. ദൈവം തന്നെ ജനത്തിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഇതാ ചെങ്കടലിനെ വെട്ടിത്തുറന്ന് അത്ഭുതകരമായി ഈ പെരുവെള്ളത്തിലൂടെ കർത്താവ് തന്നെ ജനത്തെ നയിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ ഇതുപോലെ അടഞ്ഞുപോയ പല വഴികളിലേക്കും കർത്താവിന്റെ പവർ ഇപ്പോൾ അവൻ റിലീസ് ചെയ്യുക, ദൈവശക്തി വ്യാപരിക്കുകയാ. ഇത് അടഞ്ഞുപോയ വഴികൾ, അടഞ്ഞുപോയ വാതിലുകളെ കർത്താവ് ഇത് തുറക്കുന്നു. ഈ അഭിഷേകം സ്വീകരിച്ച് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ,
ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, കർത്താവ് ഇടപെടണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കണ്ടേ, ഇതാ ദൈവശക്തി ചെങ്കടലിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം വെട്ടിത്തുറന്ന വഴിയിലൂടെ ഇതാ ദൈവത്തിന്റെ ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ആനന്ദത്തോടു കൂടി അവർ പോണേ. സകലവിധ പരിവാരങ്ങളുമായി അവർ ആർത്തു പാടി കർത്താവിനെ സ്തോത്രം ചെയ്ത് പോണ കാഴ്ച നമ്മൾ നോക്കിക്കണ്ടേ. എന്നാൽ ഇതാ തന്റെ ജനത്തിനു വേണ്ടി വെട്ടിത്തുറന്ന വഴിയിലൂടെ ഫറവയുടെ സൈന്യം പാഞ്ഞു വരികയാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ നിങ്ങളുടെ കാര്യം വിളിച്ചു പറയട്ടെ. ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ നമ്മെ പിന്തുടരുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. അത് ദൈവം തന്നെ വിചാരിക്കണം. നമ്മൾ ആരും അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് നമുക്കായി ഒരു വാതിൽ തുറന്നു തന്നാൽ, ഒരു വഴി തുറന്നു തന്നാൽ, അത് പഠന മേഖലയിലാകാം, ആത്മീയ ശുശ്രൂഷ മേഖലകളിലാകാം, തൊഴിൽ മേഖലകളിലാകാം, നമ്മുടെ കുടുംബജീവിതത്തിലാകാം, ഏത് മേഖലകളിലാണെങ്കിലും ദൈവം ഒരു വഴി നമുക്കായി തുറന്നു തന്നാൽ ആ വഴി അടയ്ക്കുവാൻ, ആ വഴിയെ തകർക്കുവാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല. ദൈവം തന്നെ വിചാരിക്കണം. എന്നാൽ ദൈവത്തിന്റെ ജനം അവർ മരകര എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ പ്രവാചകനായ മോശ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്റെ ജനത്തിനു വേണ്ടി നീ അധ്വാനിച്ചതിന് ഓർത്തോട് നന്ദി പറയുന്നു. കർത്താവ്, നിന്റെ അത്ഭുതത്തിന് കരം നീട്ടണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വീണ്ടും പ്രവർത്തിക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം വീണ്ടും തന്റെ ജനത്തിന്റെ മധ്യേ പ്രവർത്തിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വാക്കുകള് എത്രയോ വിശ്വാസയോഗ്യമാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ആരും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ ദൈവം എത്രയോ വലിയവൻ, അവൻ എത്രയോ മഹോന്നതൻ. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. അവന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്റെ മഹത്വത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധ്യമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വരമുയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. രണ്ടാമതായി, ദൈവത്തിനായി ആരൊക്കെ കാത്തിരിക്കുന്നുവോ അവർക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവർ ലജ്ജിതരാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. യെശയ്യായുടെ പുസ്തകം 49 അധ്യായം 23 തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രവാചകൻ എഴുതി വെച്ചു, കർത്താവിനായി കാത്തിരിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല, അവർ ലജ്ജിതരാവുകയില്ല. പ്രിയമുള്ളവരെ, എന്റെ വ്യക്തിപരമായ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവ് നടത്തിയ ഒരു അനുഭവത്തെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വാഗ്ദത്തത്തോടുള്ള ബന്ധത്തിലാണ് ഇത് പങ്കുവെക്കുന്നത്. തൃശൂർ അതിരൂപതയിൽ വടക്കൻ മേഖലയിലുള്ള ഒരു ദേവാലയത്തിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. അന്ന് എനിക്ക് പ്രായം 18 വയസ്സാണ്. അങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞു. ഏകദിന ധ്യാനമാണ്. കാലത്ത് 10 മണിക്ക് ശുശ്രൂഷ ആരംഭിച്ചു. ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടി ശുശ്രൂഷ സമാപിച്ചു. കർത്താവ് ആ നാളുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് നിന്റെ പ്രതിഫലം, ഞാനാണ് നിന്റെ പ്രൊവിഷൻ, നിനക്ക് വേണ്ടത് ഞാൻ തരാം. അതുകൊണ്ട് എവിടെ പോയാലും ആരോടും ഒന്നും തന്നെ ചോദിക്കരുത്, നിനക്ക് വേണ്ടത് നൽകുവാൻ ഞാൻ ശക്തനാണ്. ശുശ്രൂഷ കഴിഞ്ഞ് ഈ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുക, എന്റെ പോക്കറ്റിൽ ₹1.75 അന്നുണ്ടായിരുന്നത്. പഠിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് പോക്കറ്റ് മണിയോ മറ്റൊന്നും തന്നെയില്ല. ആകെയുള്ളത് ₹1.75. ശുശ്രൂഷ കഴിഞ്ഞ് പോരുന്ന സമയത്ത് അവരെനിക്കൊന്നും തന്നുമില്ല, ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം എന്റെ വീട്ടിലോട്ട് എത്തണമെങ്കിൽ
ഒരു 45 കിലോമീറ്റർ, ഏകദേശം 45 കിലോമീറ്ററുകൾ വരും. ഞാൻ ആ ദേവാലയത്തിൽ നിന്ന് തൃശ്ശൂരോട്ട് നടക്കാൻ തുടങ്ങി. ഒരു 6-7 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി, ശരീരത്തിന് തളർച്ച വരാനായിട്ട് തുടങ്ങി. അന്ന് ഈ സോഡ സർബത്തിനൊക്കെ 2 രൂപയോ 2-2.5 രൂപയൊക്കെ ഉള്ളൂ. ഞാനൊരു കടയിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ആകെ ₹1.75 എനിക്കൊരു സോഡ സർബത്ത് തരണം. എന്റെ ഈ പരവശം, ഈ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ ആ കടക്കാരന് ഒരു മനസ്സലിവ് തോന്നി. അദ്ദേഹം ഒരു സോഡ സർബത്തൊക്കെ തന്നു. ഞാൻ അതൊക്കെ കുടിച്ചു. വീണ്ടും ഉന്മേഷത്തോടെ തൃശ്ശൂരോട്ട് നടക്കുക. അങ്ങനെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ എത്തുമ്പോൾ ഏകദേശം 9 മണിയായി. 4 മണിക്ക് തുടങ്ങിയ നടത്തം 9 മണിക്ക് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലെത്തി. കാലാകെ വേദനിച്ച് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായ വേദനയാണ്. വീടിന്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ് നിൽപ്പുണ്ട്. അത് അവസാനത്തെ ബസ്സാണ്. ആ ബസ് മിസ്സായാൽ പിന്നെ വീട്ടിലെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. വടക്കേ സ്റ്റാൻഡിൽ മുട്ടുകുത്തി ഞാൻ കൈവിരിച്ച് പറഞ്ഞു, കർത്താവേ, നീ എന്നോട് പറഞ്ഞുവല്ലോ, ഞാനാണ് നിന്റെ പ്രൊവിഷൻ, നിനക്ക് വേണ്ടത് ഞാൻ തരാം, ഞാൻ നിന്നെ നടത്താൻ ശക്തനാണെന്ന്. എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല, ഞാൻ എങ്ങനെ വീട്ടിലെത്തും? പെട്ടെന്ന് ഉള്ളിൽ ശക്തമായൊരു പ്രേരണ, ഈ ബസ്സിലോട്ട് നീ അങ്ങ് കയറ്, ഈ ബസ്സിലോട്ട് നീ അങ്ങ് കയറ്. എന്തായാലും കർത്താവിന്റെ സ്വരം അനുസരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ ബസ്സിലോട്ട് കയറി. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് അവിടെ അതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, പാട്ടുരാക്കൽ എന്ന് പറയും. ആ പാട്ടുരാക്കൽ എത്തിയപ്പോഴേക്കും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ബസ് കണ്ടക്ടറുടെ തനി സ്വഭാവം മനസ്സിലായി. കാരണം അദ്ദേഹം മഹാ ചൂടന, ദേഷ്യപ്പെടുകയാ. 25 പൈസയ്ക്ക് വരെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാന ട്രിപ്പ് എവിടെയെങ്കിലും ഇതൊന്ന് എത്തിയാൽ മതി എന്നുള്ള ആ ആഗ്രഹത്തോടു കൂടിയാണ് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൽ നിറച്ച ആളുകളാ. എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ പോലും ഇല്ല. അങ്ങനെ കണ്ടക്ടർ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി വരാൻ തുടങ്ങി. കണ്ടക്ടർ എന്റെ തൊട്ടടുത്തെത്തി. ഇനി അടുത്തത് എന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ ആ ബസ്സിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, പരിചയമുള്ള ആരെയും കാണുന്നില്ല. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ കാണുവാനായിട്ട് എനിക്കപ്പോൾ കഴിഞ്ഞില്ല. എങ്കിലും ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. ഈ ബസ്സിലോട്ട് ഞങ്ങൾ കയറിക്കോ, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുവാനും നമ്മെ സൂക്ഷിക്കുവാനും നമ്മെ നയിക്കുവാനും നമ്മുടെ കർത്താവ് മതിയായവനാ. പെട്ടെന്ന് എന്റെ ഉള്ളിൽ മാനുഷികമായ ഒരു ചിന്ത പോന്നു. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇത്രയും ആൾക്കാരുടെ മുൻപിൽ ഞാൻ നാണം കെട്ട് പോവോ? കണ്ടക്ടർ ആണെങ്കിൽ വളരെ ദേഷ്യക്കാരനാണ്. നോക്കുമ്പോൾ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ചിലപ്പോൾ എന്ത് വേണമെങ്കിലും നടക്കാം, എന്ത് വേണമെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പൈസ ചോദിച്ച് എന്റെ നേരെ കൈ നീട്ടി. ഈ കൈ നീട്ടിയ ആ സമയത്ത് പുറകിൽ നിന്ന് ഞാനൊരു സ്വരം കേൾക്കുക, മോനെ സന്തോഷേ, എവിടെ നിന്നാണ് ഈ സമയത്ത്? ഞാൻ ഈ സ്വരം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ അപ്പനെ അറിയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹമാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എവിടുന്ന മോൻ ഈ സമയത്ത്? ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കാൻ പോയിട്ട് വരിക, ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് വരിക. ഉടനെ അങ്കിൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ, ബസ്സിനെ പൈസ ഞാൻ കൊടുക്കാട്ടോ, ബസ്സിനെ പൈസ ഞാൻ കൊടുക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിച്ച അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ ലജ്ജിതനാകുവാൻ, നാണം കെട്ട് പോവാൻ, ആ വ്യക്തികളുടെ മുൻപിൽ അപമാനിതനാകുവാൻ നിസാര കാര്യമാണെങ്കിലും ആ നാളുകളിൽ എന്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു സംഭവമായത്. നാണം കെട്ട് പോവാൻ എന്റെ കർത്താവിനെ അനുവദിച്ചില്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആരൊക്കെ അവനായി കാത്തിരിക്കുന്നുവോ, ആരൊക്കെ അവന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നുവോ, അവർ ലജ്ജിതരാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാം, കഷ്ടങ്ങൾ ഉണ്ടാകാം, വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യേ നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മളെ വഴി നടത്തുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ കുറ്റമറ്റ ദൈവമക്കളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനായി പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ സ്വീകരിക്കുക. ആരൊക്കെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം പകരപ്പെടുകയും അവർ കർത്താവിന്റെ സാന്നിധ്യങ്ങളായി പ്രകാശിക്കുകയും ചെയ്യും. അപ്രകാരമുള്ള ജീവിതങ്ങൾ ലജ്ജിതരാകുവാൻ, അവർ നഷ്ടപ്പെട്ടു പോകുവാൻ, അവർ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, ഈ വാഗ്ദാനത്തിൽ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിച്ച് വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യരക്ഷയാ
പതിനായിരങ്ങളിൽ അതിസുന്ദരൻ നീ, പരിശുദ്ധനായവൻ നീ. വെളിപാടിൽ നിറയും ഒന്നാമനേ, ആദിയും അന്തവുമേ. പരിശുദ്ധനായ ദൈവമേ, ഈ തിരുമണിക്കൂറുകളിൽ അവിടുത്തെ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കുവാൻ ഞങ്ങൾ അനുവദിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ ആരാധന ശുശ്രൂഷകളിലൂടെ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുന്ന അവന്റെ അത്ഭുതകരമായ സാന്നിധ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആനന്ദത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവെന്ന്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെയും നമുക്ക് പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിക്കാം. ദൈവം വഴിയായിട്ടുള്ളവർക്ക് വഴിമുട്ടി നിൽക്കേണ്ടി വരികയില്ല. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ, ജീവിതത്തോട് വലിയ മടുപ്പ്, എന്തിന് ജീവിക്കണം, ഇതെന്തൊരു ജീവിതമാണെന്ന് പറഞ്ഞ് ജീവിതത്തെ വഴി പറയുന്ന ആ എല്ലാ നിമിഷങ്ങളെയും സാഹചര്യങ്ങളെയും ഇപ്പോൾ വലിയവനായ സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും യാചനാപൂർവം ദിവ്യകാരുണ്യ നാഥന്റെ മുൻപിൽ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുക. ഇതാ നമ്മൾ നീട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ കരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിന് വെച്ചുകൊടുക്കാം. ഇതാ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന അനുഗ്രഹത്തിന്റെ സമയമാണിത്. പ്രിയ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിന് മേൽ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് ശക്തിയോടെ വെളിപ്പെടുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം ഇതാ തന്റെ മഹത്വത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈ ആരാധന നിമിഷങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, വിടുവിക്കണമേ. ഞങ്ങളെ കരുതിയ, ഞങ്ങളെ പരിപാലിച്ച, ഞങ്ങളെ വഴി നടത്തിയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആരാധന, ആരാധന. നന്ദി കർത്താവേ. ആത്മാവേ നന്ദി, പിതാവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. നമ്മൾ സ്വയം നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി നിലകൊള്ളുന്നതും ദൈവം നമ്മൾ ഉയർത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി ലോകത്തിൽ ജീവിച്ചുവോ, ഉറപ്പ്